BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ സുദീർഘമായ സേവനമനുഷ്ഠിച്ച സിവിൽ ഡിഫൻസ് ജീവനക്കാരെ ആദരിക്കുന്നതിനായി ആഭ്യന്തരമന്ത്രി കേണൽ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ സിവിൽ ഡിഫൻസ് ആസ്ഥാനത്തെത്തി. പബ്ലിക് സെക്യൂരിറ്റി ചീഫ് മേജർ ജനറൽ താരിഖ് ബിൻ ഹസൻ അൽ ഹസന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. രാജ്യത്തെ സുരക്ഷയും സമാധാനവും ശക്തിപ്പെടുത്തുന്നതിനും സ്വദേശികൾക്കും പ്രവാസി സമൂഹത്തിനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിവിധ തരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിനും ഭരണാധികാരികൾ നൽകുന്ന പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആഭ്യന്തരമന്ത്രി പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചു. വിവിധ അപകട സന്ദർഭങ്ങളിൽ ശക്തമായ രൂപത്തിൽ ഇടപെടുകയും ജീവനും സ്വത്തും സംരക്ഷിക്കുകയും ചെയ്ത സിവിൽ ഡിഫൻസ് ജീവനക്കാരെയും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. തീപിടുത്തം പോലുള്ള അപകടകരമായ വിഷയങ്ങളിൽ ധൈര്യപൂർവ്വം ഇടപെടുകയും അത്യപൂർവമായ പരിചയസമ്പന്നതയോടെ പ്രവർത്തിക്കുകയും ചെയ്തത് ഏറെ അഭിമാനകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിവിധ സർക്കാർ സംവിധാനങ്ങളുമായി മികച്ച സഹകരണവും മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ത്യാഗസന്നദ്ധതയുടെയും ജീവിതവിശുദ്ധിയുടെയും സന്ദേശങ്ങൾ പകരുന്ന വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ബഹ്റൈൻ കേരളീയ സമാജം വിപുലമായ ഈദാഘോഷം ജൂൺ 20 സംഘടിപ്പിക്കുമെന്ന് കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, എന്റർടൈൻമെന്റ് സെക്രട്ടറി റിയാസ് ഇബ്രാഹിം എന്നിവർ അറിയിച്ചു. സമാജം ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന സംഗീത നിശയിൽ കണ്ണൂർ ഷെരീഫും സംഘവും അവതരിപ്പിക്കുന്ന ഈദ് മ്യൂസിക് നൈറ്റ് ശ്രദ്ധേയമായ പരിപാടിയായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പാരമ്പര്യൊപ്പനയും സിനിമാറ്റിക് ഒപ്പനകളും MCMA മുട്ടിപ്പാട്ട് സംഘം അവതരിപ്പിക്കുന്ന മുട്ടിപ്പാട്ട് എന്നിവ ഈദ് ആഘോഷങ്ങളെ വർണ്ണാഭമാക്കും. KT സലീം, അൽത്താഫ് തുടങ്ങിയവർ കൺവീനർമാരായ ഈദ് ആഘോഷ കമ്മിറ്റിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. 20 വൈകിട്ട് 7:30 മുതൽ പരിപാടികൾ ആരംഭിക്കും. ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി ബിരിയാണി പാചക മത്സരവും അന്നേ ദിവസം അരങ്ങേറും. സിജി ബിനു, ശ്രീവിദ്യ വിനോദ് എന്നിവരാണ് ബിരിയാണി മത്സരങ്ങളുടെ കൺവീനർമാർ. മികച്ച ബിരിയാണി അവതരിപ്പിക്കുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 33189894 എന്ന നമ്പറിലോ 33750999 എന്ന നമ്പറിലോ 36302137 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ONCC എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിളക്കം 2024 എന്ന പേരിൽ 10-12 ക്ലാസ്സിലെ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ONCC അംഗങ്ങളുടെ കുട്ടികളെ അനുമോദിച്ചു. 12ാം ക്ലാസ്സിലെ റിയ രഞ്ജിത്ത്, ആരോൺ ഡോളി, ബേസിൽ പ്രിൻസ്, 10ാം ക്ലാസ്സിലെ അന്ന ബിജു, നാഹർ സെൻസൺ, അൽത്താഫ് ഇബ്രാഹിം, ഡിയോ കുര്യാക്കോസ്, അക്ഷ മറിയം, റെജി എന്നീ കുട്ടികളെയാണ് അനുമോദിച്ചത്. അനുമോദന ചടങ്ങിൽ എഴുത്തുകാരൻ ജയചന്ദ്രൻ PK മുഖ്യാതിഥിയായി പങ്കെടുത്തു. പടവ് പ്രസിഡന്റ് സുനിൽ ബാബു, EV രാജീവൻ, മുൻ ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാൻ മുഹമ്മദ് ഇക്ബാൽ എന്നിവരും അതിഥികളായി പങ്കെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി അൻസിൽ കൊച്ചൂടി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ജലീൽ മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജയചന്ദ്രൻ PK, ONCC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം, ONCC നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി മനു മാത്യു, ജേക്കബ് തെക്കുന്തോട്, EV രാജീവൻ, സുനിൽ ബാബു, മുഹമ്മദ് ഇക്ബാൽ, നിസാർ കുന്നംകുളത്തിങ്കൽ, രഞ്ജിത്ത് പുത്തൻപുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി ട്രഷറർ നന്ദി രേഖപ്പെടുത്തി. റബ്ഷാദ ഇലക്കാട്, സൽമാനുൽ ഫാരിസ്, ഷാജി കൊഴിയൂർ, ബൈജു ചിന്നിത്തല എന്നിവർ പങ്കെടുത്തു. ജയചന്ദ്രൻ PK, ബിനു കുന്നന്താനം, ജേക്കബ് തോട്ടുംകൂട്, മുഹമ്മദ് ഇക്ബാൽ, ഇബ്രാഹിം അദ്ഹം, മനു മാത്യു, സിൻസാൻ പുലിക്കാട്ടിൽ, സൈഫിൽ മീരാൻ, സാബു പൗലോസ് എന്നിവർ കുട്ടികൾക്ക് മെമന്റോ നൽകി. വൈകലുകളും സർവീസ് റദ്ദാക്കലും തുടർക്കഥയായ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് എടുക്കേണ്ടി വന്ന യാത്രക്കാർ കണ്ണീർ വാർക്കുകയാണ്. ഒരു ദിവസം എല്ലാ കൊച്ചി സർവീസുകളും വൈകുകയാണ്. തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട വിമാനത്തിന് യന്ത്ര തകരാറുണ്ടായതാണ് സർവീസുകൾ താളം തെറ്റാനിടയാക്കിയത്. 17 പുറപ്പെടേണ്ട കൊച്ചി വിമാനം പുറപ്പെടാത്തതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിലായി. കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരെ കോഴിക്കോട് വിമാനത്തിൽ കയറ്റിവിട്ടെങ്കിലും മറ്റ് യാത്രക്കാർ ഇനിയും ബഹ്റൈനിൽ നിന്ന് പുറപ്പെട്ടില്ല. കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ ടിക്കറ്റ് എടുത്തവരായിരുന്നു യാത്രക്കാരിലധികവും. ഇവരുടെ പെരുന്നാൾ ആഘോഷം ഹോട്ടലിൽ 17 ഉച്ചയ്ക്ക് മുൻപ് പുറപ്പെടേണ്ട വിമാനം ആദ്യം ഉച്ചയ്ക്ക് 2:30 സമയം മാറ്റിയത്. പിന്നീട് അത് വൈകുന്നേരം 7:30 മാറ്റി. പിന്നീട് 18 രാവിലെ 6 പുറപ്പെടുമെന്ന് അറിയിച്ചു. രാവിലെ യാത്രയ്ക്കായി ഒരുങ്ങിയവരോട് ഉച്ചയ്ക്ക് 2:30 പുറപ്പെടുമെന്നാണ് പിന്നീട് അറിയിച്ചത്. ഭാര്യപിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനാണ് 17 കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്തതെന്ന് കോട്ടയം സ്വദേശി മാധ്യമങ്ങളോട് പറഞ്ഞു. വിമാനം എപ്പോൾ പുറപ്പെടുമെന്ന കാര്യത്തിൽ നിശ്ചയമില്ലാത്തതിനാൽ സംസ്കാര ചടങ്ങുകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റേണ്ടി വന്നു. തന്റെ ദീർഘനാളത്തെ പ്രവാസ ജീവിതത്തിൽ വിമാനം വൈകി ഒരു ദിവസത്തിലധികം നഷ്ടപ്പെട്ടത് ആദ്യ സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു. 18 പുറപ്പെടേണ്ട ബഹ്റൈൻ കൊച്ചി വിമാനം 19 രാവിലെ മാത്രമേ പുറപ്പെട്ടുള്ളൂ. ബഹ്റൈനിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ യാത്രക്കാർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ പരമാവധി നൽകുന്നുണ്ട്. വിമാനത്തിന്റെ യന്ത്രത്തകരാർ പരിഹരിക്കുന്നതോടെ സർവീസുകൾ സാധാരണ നിലയിലാകുമെന്നാണ് പ്രതീക്ഷ.
ബഹ്റൈൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിലെ യുവജന വിഭാഗമായ സെന്റ് തോമസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കത്തീഡ്രലിൽ വെച്ച് കുവൈറ്റിലെ മംഗഫ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിലും ബഹ്റൈൻ മനാമാസത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിലും മരണമടഞ്ഞ സഹോദരങ്ങൾക്ക് ആദരസൂചകമായി അനുശോചന യോഗം നടത്തി. പ്രസ്ഥാനാംഗങ്ങൾ തിരിതെളിച്ച് അനുസ്മരണ പ്രാർത്ഥന നടത്തി. പ്രസ്ഥാനം പ്രസിഡന്റ് റവറന്റ് ഫാദർ സുനിൽ കുര്യൻ ബേബി നേതൃത്വം നൽകി. ചുട്ടുപൊള്ളുന്ന പകലുകൾക്ക് പിന്നാലെ ഡൽഹിയുടെ രാത്രികളും അസഹനീയമാവുന്നു. കഴിഞ്ഞ 12 വർഷത്തിലെ ഏറ്റവും ഉയർന്ന ശരാശരി രാത്രി താപനില ബുധനാഴ്ച ഡൽഹിയിൽ രേഖപ്പെടുത്തി. 35.2 ഡിഗ്രി സെൽഷ്യസാണ് ബുധനാഴ്ച രാത്രി രേഖപ്പെടുത്തിയ ശരാശരി താപനില. പലയിടത്തും ഇത് 40 ഡിഗ്രി വരെ എത്തിയിരുന്നു. 2012 ജൂണിൽ രേഖപ്പെടുത്തിയ 34 ഡിഗ്രിയായിരുന്നു ഇതിനു മുൻപുള്ള റെക്കോർഡ്. ഉഷ്ണാഘാതമടക്കം ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട്. ബുധനാഴ്ച 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ഉഷ്ണാഘാതത്തിൽ മരിച്ചവരുടെ എണ്ണം 5ആയി. നഗരഹൃദയത്തിലെ LNJP സർക്കാർ ആശുപത്രിയിൽ 12 പേരാണ് സമാനമായ ലക്ഷണങ്ങളോടെ ചികിത്സയിൽ തുടരുന്നത്. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ചൊവ്വാഴ്ച നടന്ന UGC നെറ്റ് 2024 പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കി. 2 ഘട്ടങ്ങളിലായി രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ 11 ലക്ഷം പേരാണ് പരീക്ഷ എഴുതിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ റദ്ദാക്കാൻ NTA തീരുമാനിച്ചത്. നീറ്റിന് പിന്നാലെ പരീക്ഷ നടത്തിപ്പിൽ വലിയ വീഴ്ചയാണ് UGC നെറ്റ് പരീക്ഷയിലും സംഭവിച്ചത്. പുതിയ പരീക്ഷാ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. വിശദമായ അന്വേഷണത്തിന് കേസ് CBIക്ക് കൈമാറാനും തീരുമാനിച്ചു. ബുധനാഴ്ചയാണ് സൈബർ സുരക്ഷാ അതോറിറ്റി പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന വിവരം യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനെ അറിയിക്കുന്നത്. സുതാര്യതയും പവിത്രതയും കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പരീക്ഷ റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയത്. പരീക്ഷ പുതുതായി നടത്തുമെന്നും തീയതി പിന്നീട് അറിയിക്കുമെന്നും UGC അറിയിച്ചു. നീറ്റ് പരീക്ഷയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സമരം കടുക്കുന്നതിനിടെയാണ് നെറ്റ് പരീക്ഷ റദ്ദാക്കുന്നത്. 83 വിഷയങ്ങളിലേക്കുള്ള പരീക്ഷ ഒറ്റ ദിവസമായാണ് നടന്നത്. മുൻപ് വിവിധ ദിവസങ്ങളിലായിട്ടാണ് പരീക്ഷ നടത്തിയിരുന്നത്. ജൂൺ, ഡിസംബർ മാസങ്ങളിലായാണ് UGC നെറ്റ് പരീക്ഷകൾ നടത്തുന്നത്. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ വ്യാജമദ്യം കഴിച്ച 13 പേർ മരിച്ചു. 40 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. നിരവധി പേരുടെ നില ഗുരുതരമാണ്. ഇവർ കള്ളക്കുറിച്ചി സർക്കാർ മെഡിക്കൽ കോളേജ്, പുതുശ്ശേരി, ജിപ്മർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാത്രി ഒരു സംഘം കൂലിപ്പണിക്കാർ വ്യാജമദ്യം വാങ്ങി കഴിച്ചിരുന്നതായി ജില്ലാ കളക്ടർ ശ്രാവൺ കുമാർ വ്യക്തമാക്കി. തുടർന്നാണ് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. തലവേദന, ഛർദി, വയറുവേദന, കണ്ണിന് അസ്വസ്ഥത എന്നിവ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മരിച്ചവരുടെയും ചികിത്സയിലുള്ളവരുടെയും പരിശോധന പൂർത്തിയായാൽ മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാകുമെന്നും കളക്ടർ അറിയിച്ചു. അതേസമയം വ്യാജമദ്യ ദുരന്തം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ശക്തമായ നടപടിയുമായി സ്റ്റാലിൻ സർക്കാർ രംഗത്തെത്തി. കള്ളക്കുറിച്ചി ജില്ലാ കളക്ടർ ശ്രാവൺ കുമാർ ജദാവത്തിനെ സ്ഥലം മാറ്റി. MS പ്രശാന്താണ് പുതിയ കളക്ടർ. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ നെറ്റിയിൽ തിലകം ചാർത്തിയും കൈകളിൽ ചരട് കെട്ടിയും വരുന്നത് നിരോധിക്കണമെന്ന് ജസ്റ്റിസ് ചന്ദ്രു കമ്മിറ്റി തമിഴ്നാട് സർക്കാരിനോട് ശുപാർശ ചെയ്തു. കഴിഞ്ഞ വർഷം തിരുനെൽവേലി ജില്ലയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ സഹപാഠികൾ വെട്ടിക്കൊന്നിരുന്നു. തുടർന്നാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ജാതി വംശീയ വികാരങ്ങൾ മൂലമുണ്ടാകുന്ന ആക്രമണങ്ങൾ ഒഴിവാക്കാനും മറ്റും ജസ്റ്റിസ് ചന്ദ്രുവിന്റെ നേതൃത്വത്തിൽ ഏകാംഗ സമിതിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത്. കമ്മിറ്റി റിപ്പോർട്ട് ജസ്റ്റിസ് ചന്ദ്രു മുഖ്യമന്ത്രി MK സ്റ്റാലിന് കൈമാറി. വിശ്വാസാചാരങ്ങളെയും ബലികർമ്മത്തെയും സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ CPM പുറത്താക്കിയ പുതുപ്പാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK ഷൈജലിനെതിരെ കേസ്. മുസ്ലിം ലീഗ് പുതുപ്പാടി പഞ്ചായത്ത് കമ്മിറ്റി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ബലിപെരുന്നാൾ ദിനത്തിൽ പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഷൈജലിന്റെ പരാമർശങ്ങൾ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. പെരുന്നാൾ ആശംസ അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം ഷംസീറിട്ട പോസ്റ്റിന് താഴെയാണ് ഷൈജൽ വിവാദ കമന്റിട്ടത്. മകനെ കൊല്ലാൻ പറഞ്ഞ ദൈവം ഉടനെ കത്തിക്ക് മൂർച്ച കൂട്ടിയ അച്ഛൻ. ഇതിലെവിടെയാണ് സ്നേഹം, സൗഹാർദ്ദം, ത്യാഗം? ഇതിൽ നിറയെ മതഭ്രാന്ത് മാത്രം ഉറപ്പ് എന്നതായിരുന്നു ഷൈജലിന്റെ കമന്റ്. പ്രാദേശിക മതസംഘടനകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പോസ്റ്റിനെതിരെ രംഗത്ത് വന്നിരുന്നു. മുസ്ലിം ലീഗ് പുതുപ്പാടി പഞ്ചായത്ത് കമ്മിറ്റി താമരശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതിയും നൽകി. ഇതോടെ ലോക്കൽ കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് ഷൈജലിനെതിരെ നടപടിയെടുക്കുകയായിരുന്നു. കേരളത്തിൽ ഒരാഴ്ച അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബുധനാഴ്ച ആരംഭിച്ച മഴ തിങ്കളാഴ്ച വരെ നീണ്ടു നിൽക്കും. മധ്യവടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയും തെക്കൻ ജില്ലയിൽ ശക്തമായ മഴയും ലഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിൽ ലഘുമേഘ വിസ്ഫോടനം കാരണം മിന്നൽ, പ്രളയം, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയുണ്ടാകും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം.
കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.